എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇവിടെ ഏഴാം ഭാവാധിപതി 8-ൽ നിന്നാലുള്ള ഫലമാണ് പറയുന്നത്. വൈവിധ്യമാണ്. ഭാര്യാവിയോഗം അഥവാ ഭർത്തൃവിയോഗം, അല്പായുസ്, ഭാര്യയുമായി അഥവാ ഭർത്താവുമായി വേർപെട്ട് ജീവിക്കുക, സുഖകരമല്ലാത്ത വിവാഹ ജീവിതം, സുഹൃത്തുക്കൾ മൂലം അസ്വസ്ഥത, ഇടുങ്ങിയ മനസ്സ്, മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള പ്രവണത, ഗുഹ്യരോഗം, വൈകി വന്ന വിവാഹം, അല്പസന്താനങ്ങൾ, ഇതൊക്കെയാണ് 8-ൽ ഏഴാം ഭാവാധിപതി നിന്നാലുള്ള ഫലം. ഏഴാം ഭാവാധിപതി 9-ൽ നിന്നാൽ ഭാര്യ ഭർത്താവിൽ വിവാഹശേഷം രണ്ടുപേർക്കും ഉയർച്ച, വിദേശവാസം, ദൈവാധീനം, പുണ്യസ്ഥല ദർശനം. ഏഴാം ഭാവാധിപനെ ലഗ്നാധിപൻ നോക്കിയാൽ ജാതകൻ വലിയ നീതിമാനുമായിരിക്കും. ഏഴാം ഭാവാധിപതി 10-ൽ നിന്നാൽ ഉയർന്ന ഉദ്യോഗം, ഉന്നത ധനലബ്ധി, സർക്കാരിലോ തത്തുല്യമായ സ്ഥാപനങ്ങളിലോ ജോലി, വിദേശ സഞ്ചാരം, വിശാല ഹൃദയം, ഭാര്യയുടെ കുടുംബഭാരം ഏറ്റെടുക്കും, ഉദ്യോഗത്തിൽ അഭിവൃദ്ധി. 10-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ കൂടെ നിന്നാൽ ഹൃദയ സംബന്ധമായ അസുഖം പറയുന്നുണ്ട്. ഏഴാം ഭാവാധിപതി 11-ൽ നിന്നാൽ ധാരാളം നേട്ടങ്ങൾ, നല്ല വരുമാനം, മുതിർന്നവരോട് കൂടുതൽ ബഹുമാനം, ദീർഘായുസ്, ബാല്യകാല ദുഃഖകരവും പിൽക്കാലം സുഖകരവുമായിട്ടുള്ള ജീവിതം. ഏഴാം ഭാവാധിപതി 12-ൽ നിന്നാൽ ഭാര്യ ഭർത്താവ്, ഇവരിൽ ആരുടെ ജാതകത്തിലാണോ, ഭാര്യയുടെ ജാതകത്തിലാണെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോകുന്ന ഒരനുഭവം, ഭർത്താവിനാണെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ചു പോകുന്ന അനുഭവം, വിദേശവാസം, വിദേശത്ത് വെച്ച് മരണം, സുഹൃത്തുക്കളില്ലായ്മ, കുടുംബക്കാരും അയൽക്കാരുമായിട്ട് മോശമായ ബന്ധം, ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അഥവാ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റ് ആൾക്കാരുമായിട്ട് സഹവാസം, സന്താനപ്രാപ്തി ഇല്ലായ്മ, ഇതൊക്കെയാണ് ഏഴാം ഭാവാധിപതി 12-ൽ നിന്നാലുള്ള ഫലം. പിന്നെ 7, 9, 12 ഈ ഭാവങ്ങളിൽ നോക്കിയിട്ടാണ് നമ്മൾ വിദേശവാസം, വിദേശ സഞ്ചാരം, വിദേശത്ത് നമ്മൾ ഉപജീവന മാർഗവുമായിട്ട് അവിടെ പോയി സെറ്റിലാവുക, അവിടെ ജീവിക്കുക, ഇതെല്ലാം 7, 9, 12 ഭാവങ്ങൾ ശുഭന്മാരൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിന് സൽഫലങ്ങളാണ് പറയുന്നത്. അപ്പം ഏഴാം ഭാവത്തിൻ്റെ ഫലങ്ങളാണ് ഇവിടെ ഇന്ന് സൂചിപ്പിച്ചത്. അടുത്ത എപ്പിസോഡിൽ 8-ാം ഭാവവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.